ഗൈസ് വെൽക്കം ടു ടൂർസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പം 109 ഞാൻ നിങ്ങളുടെ പബ്ലിക് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എന്താണ് മാർക്കറ്റ് അനാലിസിസ് എന്ന് കറക്റ്റ് നമ്മൾ എപ്പോഴാണ് ബുൾ മാർക്കറ്റ് പീക്ക് വരെയുള്ള ഒരു നമ്മൾ കഴിഞ്ഞ പ്രീ ഹാൾവിങ് തൊട്ടിട്ട് 2023 തൊട്ട് കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ തന്നെ ഓരോ ഫേസായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ ഹാൾവിങ്ങിന് ശേഷമുള്ള 6 മാസം, അതിന് ശേഷം ട്രംപ് വന്നതിന് ശേഷമുള്ള ഒരു പോസ്റ്റ്, മറ്റേ ഫസ്റ്റ് അപ് ട്രെൻഡ്, അതിന് ശേഷം റീട്രേസ്, സെക്കൻഡ് അപ് ട്രെൻഡ്, അങ്ങനെ നമ്മൾ ഈ ബുൾ മാർക്കറ്റിൻ്റെ ഫേസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് അവസാനം എന്നുള്ളതൊക്കെ ഒരു ഒക്ടോബർ നവംബർ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2021 530 ദിവസം, 2017 518 ദിവസം, ആ ഒരു കാൽക്കുലേഷൻ നോക്കുമ്പോൾ 2025 എപ്പോഴാണ് എങ്ങനെയാണ് ബുൾ മാർക്കറ്റ്, അതിൻ്റെ ഫുൾ ചാർട്ട് വൈസ് ഒക്കെ നമ്മൾ പബ്ലിക് ഗ്രൂപ്പിലിട്ടിരുന്നു. എന്തായാലും ജോയിൻ ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ഡെയിലി വീഡിയോസിൽ മാക്സിമം വരാൻ പറ്റുമെങ്കിലും ബിസി ആയിരിക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ ഡെയിലി വീഡിയോയിലിടുന്ന കണ്ടൻറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ചാനൽ എന്തായാലും നിങ്ങൾ കുറേ ആൾക്കാർ എനിക്കൊന്ന് ടെലഗ്രാം ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ആവശ്യത്തിന് മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്യുക. കുറേ അടുത്ത് VPN പ്രശ്നമുണ്ടെങ്കിൽ ഈ ഒരു ആവശ്യത്തിന് മാത്രം നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക. കാരണം ഇത്തരം വോയിസുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറയുന്ന യൂട്യൂബിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു ബുൾ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു എയിം ചെയ്ത് വെക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? അപ്ഡേറ്റുകൾ ഒരിക്കലും മിസ്സാവരുത്. ഞാനൊരിക്കലും അപ്ഡേറ്റ് തരാതിരിക്കുന്നത് ഒരു സെറ്റപ്പും കൂടിയല്ല. പ്രത്യേകിച്ച് മാർക്കറ്റ് അപ്പ് ഉണ്ടാകുമ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഇതൊരു ഉദാഹരണമായിട്ട് നിങ്ങൾ എടുക്കണം. കാരണം മാർക്കറ്റ് അപ്പായ സമയത്ത് പോലും ഞാൻ ഗ്യാപ്പ് വീഡിയോയിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് ടെലഗ്രാമിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അപ്ഡേറ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോഴും നമ്മൾ അതനുസരിച്ചുള്ള അപ്ഡേറ്റ്സ് ടെലഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കൊണ്ട് മാത്രം എന്ത് ചെയ്യരുത്, മാർക്കറ്റിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലേക്ക് തോന്നൽ വരരുത്. കാരണം ഇതേ സമയത്ത് ടെലഗ്രാമിൽ അപ്ഡേറ്റ് നൽകുന്നുണ്ട്. മാർക്കറ്റ് അപ്പായ സമയത്ത് ഞാൻ വീഡിയോ ഇടാത്ത സമയങ്ങളുണ്ട്, ഡൗൺ ആയ സമയത്ത് ഞാൻ വീഡിയോ ഇടാത്ത സമയത്തുണ്ട്. പക്ഷേ ടെലഗ്രാമിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് എന്നുള്ളതും കൂടി വളരെയധികം ശ്രദ്ധിക്കണം. ഈ സമയത്ത് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് തോന്നും. കാരണം മാർക്കറ്റ് അപ്പായിട്ട് പോലും നമ്മൾ വീഡിയോ ഇല്ലെങ്കിലും ടെലഗ്രാമിൽ കൂളായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ മാർക്കറ്റ് ഡൗൺ ആയാലും വീഡിയോ വരുന്നില്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ഉണ്ടാകും. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഓൾ ടൈം ഹൈ നമ്മൾ കണ്ടു. ഇനി പുതിയ അപ് ട്രെൻഡിലേക്ക് ടൈപ്പ് 2ലേക്ക്, അതായത് അപ് ട്രെൻഡ് 2ലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ തന്നെ 130K ഒരു 100 days ചലഞ്ചിലൊക്കെ പറയുന്നത് പോലെ ഒരു പുതിയൊരു ഹൈ ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും BTC ഒരു 30%, ഒരു 32% ഡൗൺ ഉണ്ടാവുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ആൾട്ടിൻ്റെ ഒരു, പ്രത്യേകിച്ച് ഈ അപ് ട്രെൻഡിൻ്റെ ഒരു അവസാന ഘട്ടത്തിലൊക്കെ പൊതുവെ ആൾട്ടിനൊരു ഒരു മൂവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പല ആൾട്ടും നമ്മൾ ബുക്ക് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വീണ്ടും ഡൗൺ ട്രെൻഡ് വരുമ്പോൾ അതിൻ്റെ രീതികളനുസരിച്ച് പ്രത്യേകിച്ച് ഒരു 30% വീണ്ടും പുതിയ അപ് ട്രെൻഡിന് ശേഷം ഡൗൺ ട്രെൻഡ് ഉണ്ടാവുന്നതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളുള്ളിലുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് നമ്മൾ ആൾട്ട് ബുക്ക് ചെയ്യുന്നതോടൊപ്പം മുഴുവനായിട്ടാണ് ഏതൊക്കെ കോയിൻ ഏതൊക്കെ ടാർഗറ്റാണെന്നുള്ളത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പ്ലാൻ അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അപ് ട്രെൻഡ് 2ന് ശേഷം ഒരു അതിന് ശേഷം ഒരു തേർഡ് ടൈം, ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ തേർഡ് ടൈമിലായിരിക്കും ഏറ്റവും വലിയ അപ് ട്രെൻഡ് തേർഡ്, അതായത് ബുൾ മാർക്കറ്റിൻ്റെ അവസാനം. ഉദാഹരണത്തിന് ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ആണ്, മാക്സിമം നവംബർ ആണ് ബുൾ മാർക്കറ്റിൻ്റെ പീക്കെങ്കിൽ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും ആൾട്ടിൻ്റെ യഥാർത്ഥ ആ ഒരു 10x റിട്ടേൺസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ഉണ്ടാകുമ്പോഴുള്ള റിസ്ക് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെ പ്രശ്നം. കാരണം നമുക്ക് ആ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സമയത്തേക്ക് ചിലപ്പം എപ്പോഴും ഹിസ്റ്ററീൻ്റെ ഒരു 1 month 2 month അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ബിയറിലേക്ക് പോകുന്നതിനേക്കാട്ടും നല്ലത് നമുക്ക് മാക്സിമം ഒരു സേഫസ്റ്റ് രീതിയിലുള്ള കളികളാണ് നല്ലത്. അതിൻ്റെ കൂടെ തന്നെ ഈ ക്രിപ്റ്റോ നമ്മൾ മാർക്കറ്റിലേക്ക് വന്നു. ക്രിപ്റ്റോ ഇങ്ങനെയാണ്, ക്രിപ്റ്റോയിൽ ഒരുപാട് ടോക്കൺ ഉണ്ട്. ബിറ്റ്കോയിൻ ട്രംപൊക്കെ അംഗീകരിക്കുന്നു, അമേരിക്ക അഡോപ്റ്റ് ചെയ്യുന്നു, ബ്ലാക്ക് റോക്ക് ഡെയിലി വാങ്ങുന്നു, എത്തീരിയം ബ്ലാക്ക് റോക്ക് വാങ്ങുന്നു, മൈക്രോ സ്ട്രാറ്റജി വാങ്ങുന്നു, അങ്ങനെയൊക്കെ പല സെറ്റപ്പിലൂടെ വാങ്ങുന്നു. അതൊക്കെ നമ്മൾക്ക് ക്രിപ്റ്റോൻ്റെ പൊട്ടൻഷ്യൽ, ഈവൻ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വീണ്ടും ഈ ട്രംപൊക്കെ ഇത്രയധികം ക്രിപ്റ്റോ പുഷ് നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻസ് എങ്ങനെയുണ്ട്? വീണ്ടും ക്രിപ്റ്റോയിൽ നമ്മൾ ഈ പറയുന്ന മൊരടൻ സ്വഭാവത്തിൽ തന്നെ പോകണോ, അല്ല നമുക്ക് കുറച്ചും കൂടി അളവ് വരുത്തണോ എന്നുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റും കൂടി, ഇന്നലെ ക്രിപ്റ്റോ ഇന്ത്യ അപ്ഡേറ്റ് ചെയ്തതുപോലെ ഇന്ത്യൻ ഗവൺമെൻറ്റും കൂടി ഒരു വീക്ക്ലി അതിനെക്കുറിച്ചുള്ള അനാലിസിസ് നടത്തുന്ന ഈ സാഹചര്യത്തിൽ ഇത് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ടോക്കണൈസേഷൻ എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മുടെ നന്ദൻ നീൽക്കരി ഖാന എന്ന് പറയുന്ന ആൾ പറഞ്ഞത് ആരാണെന്ന് വെച്ചാൽ, നമ്മൾ എന്തുകൊണ്ട് ഈ സംഭവം പറയുന്നത് വെച്ചാൽ നമുക്കറിയാം,
അല്ലെങ്കിൽ ഈ പറയുന്ന UPI പോലുള്ള ഇന്ത്യയിൽ ഇത്രയും വലിയ റെവല്യൂഷണറി മാറ്റം സജസ്റ്റ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കിതിലൂടെ കേൾക്കാം. This is another big unlock, which is tokenization of land assets. 50% of the assets owned by Indians is in the form of land, which is not tradable. You can't sell it. You can't take a loan against it. It's like an asset which is there, but you can't do anything with it. We believe that tokenization of land assets using a proper ledger and so on can unlock these things where you can tokenize every piece of land and then that can be traded very easily. കേൾക്കാൻ പറ്റും മൂപ്പർ ആധാറിനെ പറ്റി പറഞ്ഞതും അല്ലെങ്കിൽ UPI പേയ്മെൻറ്റും. ഇപ്പം 2025 അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലുള്ള ഒരു വലിയ മാറ്റം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു റെവല്യൂഷണറി തോട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ തന്നെ എത്രയോ ആൾക്കാർക്ക് എന്തുണ്ട്, എത്രയോ ആൾക്കാരുടെ ഭൂസ്വത്തുകൾ, അതായത് കോമൺ ആയിട്ടുള്ള എത്രയോ ആൾക്കാർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ട് ജീവിക്കുന്നു. പക്ഷെ അവരുടെ സ്വത്തുക്കൾ നോക്കുമ്പോൾ അവർക്ക് കൂട്ടു സ്വത്തായിട്ട് വലിയ എമൗണ്ട് ഓഫ് ഏക്കേഴ്സ് ഉണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതൊന്നും വിറ്റ് പോകുന്നില്ല, അല്ലെങ്കിൽ വിൽക്കാൻ അങ്ങനെ പെട്ടെന്ന് കഴിയില്ല. ഒരു 10 ആൾ അല്ലെങ്കിൽ ഒരു 20-25 ആളുള്ള സ്വത്താണ്. ഒരാൾ വിൽക്കാൻ പറയും, മറ്റാൾ വിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള രീതിയിൽ തന്നെ ഇന്ത്യയിലുള്ള ഒരു 50% മുകളിലുള്ള അസറ്റുകളുണ്ട്. അതിനെ ടോക്കണൈസേഷൻ ചെയ്ത് അതിനെ ഒരു ബ്ലോക്ക് ചെയിനുമായിട്ട് കണക്ട് ചെയ്ത് അതിൽ തന്നെ പാർട്ട് ബേസ്, ഒരു ഉദാഹരണത്തിന് ഒരു കമ്പനി ഷെയറൊക്കെ, ഒരു വലിയ കമ്പനിയൊക്കെ അദ്ദേഹം കുറച്ചും കൂടി എമൗണ്ട് കമ്പനിയിലേക്ക് വേണമെങ്കിൽ അവർ ആ കമ്പനി വിൽക്കല, അല്ല അവർ അവരുടെ ഒരു ഷെയർ സ്റ്റോക്കിലേക്ക് ഇടുകയും അതിൻ്റെ വാല്യൂ അനുസരിച്ച് അവർക്ക് കമ്പനിയിലേക്ക് പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഏക്കർ സ്ഥലം, അതിനെ ടോക്കണൈസേഷൻ ചെയ്ത് അതിൻ്റെ തന്നെ ഇപ്പോൾ 10 ആളുണ്ടെങ്കിൽ ഒരു 10 ടോക്കണാക്കി അത് വേണമെങ്കിൽ ഒരു ടോക്കൺ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു സെയിലിനിടുകയും അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ അനുസരിച്ച് അത് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്നനുസരിച്ച് അതിൻ്റെ വാല്യൂ കൂട്ടി നമുക്ക് അത് വെച്ച് ബാങ്കിൽ ലോൺ എടുക്കുകയോ അതൊരു അസറ്റാക്കി മാറ്റുവാൻ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കോൺസെപ്റ്റ് ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കും. ഇന്ന് തന്നെ നമുക്കറിയാം, നമ്മൾ ഇന്നലകൾ UAE തന്നെ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് XRP ലെഡ്ജറിൽ ഈ പറയുന്ന സാധനങ്ങൾ UAE സജീവമായിട്ട് വരുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ ആൾട്ട് കോയിൻ അല്ലെങ്കിൽ എന്തോ ഒരു കോയിൻ എന്ന് പറയുന്ന നമ്മൾ എന്തോ സംഭവമുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല എന്നുള്ള ടോക്ക് നമ്മളുള്ളിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇതിൻ്റെയൊക്കെ പൊട്ടൻഷ്യൽ ഫണ്ടമെൻ്റൽ വെച്ചിട്ട് നമുക്ക് പല ഫ്യൂച്ചറിസ്റ്റിക് പ്രൊജക്റ്റുകളും ഓണാക്കാൻ പറ്റും. നമ്മളിപ്പോഴും ഒരു 2 ഡയമെൻഷനൽ വ്യൂവിൽ ഈ പറയുന്ന XRP അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ബ്ലോക്ക് ചെയിൻ നോക്കുകയാണെങ്കിലും ഒരു 4 ഡയമെൻഷൻ അല്ലെങ്കിൽ 5 ഡയമെൻഷൻ ലെവലിലേക്ക് ഇതിൻ്റെ വ്യൂ പോയിന്റ് മാറ്റുമ്പോൾ ഇതിൻ്റെയൊക്കെ തലങ്ങളിൽ എത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക് ആണ് നമുക്ക് മനസ്സിലാവും. അത് വലിയ വലിയ കമ്പനീസ് അല്ലെങ്കിൽ വലിയ വലിയ ഫ്യൂച്ചറിനെ കൂടുതലായിട്ട് ഇപ്പോൾ UAE പോലുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോൾ 70കളിൽ സ്വപ്നം കണ്ടത് ഇന്ന് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ 2050 നമ്മളതിൻ്റെ ഒരു പൂർത്തീകരണം കാണാം. അവരൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ക്രിപ്റ്റോ വേൾഡിന് ട്രംപ് പോലുള്ള അല്ലെങ്കിൽ മറ്റ് വലിയ വലിയ കമ്പനീസ് ഇത്രയും അഡോപ്റ്റ് ചെയ്യുന്നത്? എന്തിനാണ് ഇത്ര അധികം ക്രിപ്റ്റോ സബ്മിറ്റുകൾ? ഈവൻ JD വാൻസ്, അതായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റിൽ എന്തിനാ ക്രിപ്റ്റോ ഈവെന്റിലെല്ലാം പോയിട്ട് സംസാരിക്കുന്നത്? അത് ഇത്ര വലിയ സംഭവമായിട്ട് കാണുന്നതെന്ന് ചിന്തിക്കുമ്പോൾ എത്രത്തോളം പവർഫുള്ളാണ് ഈ ബ്ലോക്ക് ചെയിൻ റിലേറ്റഡും ഈ പറയുന്ന ക്രിപ്റ്റോ വേൾഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടടുത്താണ്. നമ്മൾ ഈ ഫീൽഡിൽ എന്തെങ്കിലും ഒന്ന് അറിയുന്ന രീതിയിലേക്ക് നമ്മൾ എത്തി അതിൻ്റെ ഒരു ബേസിക് ലെവലിലെ സ്ട്രഗിൾ പീരീഡിൽ നമ്മൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കൂട്ടത്തിൽ ഒരു 1000 ആൾക്കാരോട് ചോദിച്ചാൽ എന്താണ് ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ എന്താണ് ക്രിപ്റ്റോ റിലേറ്റഡ് കാര്യങ്ങൾ, എന്താണ് XRP അല്ലെങ്കിൽ എന്താണ് ബിറ്റ് കോയിൻ എന്ന് ചോദിക്കും. അതൊക്കെ എന്തോ ഒരു സംഭവമായിട്ട് ഇന്നും ഈവൻ ഒരു USDT എങ്ങനെ ബൈ ചെയ്യാന്നുള്ളത് പോലും ഒരു വലിയ ടാസ്ക്കായി ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു ഫോർവേഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ബേസിക് കോയിൻസുകളൊക്കെ അക്യുമുലേറ്റ് ചെയ്തതിൻ്റെ ഒരു ഫോർവേഡ് സ്റ്റെപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാണേണ്ടതുണ്ട്. ഓക്കെ.